പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിലെ റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ണർ ഈ ചാപ്റ്ററാണ്. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ തന്നെ ഇപ്പം നോക്കിയേ, 6 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ 6ാമത്തെ ആള് ബിസിനസ്സിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരാള് ഈ ബിസിനസ്സുമായിട്ടുള്ള കണക്ഷൻ, റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച് ബിസിനസിന്റെ പാർട്ട്ണർ അല്ലാതായി മാറുന്നു. പല കാരണങ്ങൾ കൊണ്ട് റിട്ടയർമെന്റ് സംഭവിക്കാം. ചിലപ്പോൾ അനാരോഗ്യമായിരിക്കാം, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റിസ്ക് എടുക്കാനുള്ള താല്പര്യമില്ലായ്മയായിരിക്കാം. പല കാരണങ്ങൾ കൊണ്ട് ഒരു ബിസിനസ്സിൽ നിന്ന് ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യാം. നേരം റിട്ടയറിംഗ് പാർട്ട്ണർക്ക് എന്തെങ്കിലും അവകാശങ്ങളുണ്ടല്ലോ. A retiring partner is entitled to get his share of capital, interest on capital, revaluation profit, share of profit, etc. up to the date of his retirement. അതായത് ഒരു ബിസിനസ്സിൽ ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ബിസിനസ്സിലെ ക്യാപിറ്റലിന്റെ ഷെയർ കിട്ടാൻ, അയാൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ അതിന്റെ ഷെയർ കിട്ടാനുള്ള അവകാശമുണ്ട്. ലാസ്റ്റ് ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടാം. റീവാലുവേഷൻ പ്രോഫിറ്റിനുള്ള അവകാശമുണ്ട്. കാരണം ഈ റിട്ടയർ ചെയ്യുമ്പോൾ എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും റീവാല്യൂ ചെയ്ത് മാർക്കറ്റ് വാല്യൂയിലേക്ക് ആക്കണം. അപ്പോൾ ചിലപ്പോൾ ലാഭം വരാം, നഷ്ടം വരാം. റീവാലുവേഷൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. ലോസ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ലെസ് ചെയ്യണം. പിന്നെ എന്താ, ഷെയർ ഓഫ് പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഹിസ് റിട്ടയർമെന്റ്. ചിലപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ മിഡിലായിരിക്കാം റിട്ടയർമെന്റ് സംഭവിക്കുന്നതെങ്കിൽ അതുവരെയുള്ള പ്രോഫിറ്റിന്റെ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യണം. കാര്യം ഇതെല്ലാം അയാൾക്ക് അവകാശപ്പെട്ടതാണ്. പിന്നെ ഗുഡ്വില്ലിന്റെ ഷെയറിന് അവകാശമുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അയാൾക്ക് അവകാശമുണ്ട്. എന്തൊക്കെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്? റിട്ടയർമെന്റ് സമയത്ത് അക്കൗണ്ടിങ്, ഇത് എക്സാമിന് പലപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. What are the important adjustments or accounting treatment required at the time of retirement of a partner? That calculation of new profit sharing ratio and gaining ratio. Number 2, treatment of goodwill. Number 3, treatment of accumulated profit and losses. അതായത് ജനറൽ റിസർവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയുള്ള ഐറ്റംസ് എന്ത് ചെയ്യണം? റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും മാർക്കറ്റ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് മാർക്കറ്റ് വാല്യൂ കൂടുതലാണെങ്കിൽ അതിലേക്ക് ഉയർത്തണം, അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ കുറവാണെങ്കിൽ ലെസ് ചെയ്യണം. റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. പിന്നെ എന്താ, അസർട്ടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഹിസ് റിട്ടയർമെന്റ്. ദെൻ കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു ദ റിട്ടയറിംഗ് പാർട്ണർ. സെറ്റിൽമെന്റ് ഓഫ് ദി ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു ദ റിട്ടയറിംഗ് പാർട്ണർ. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്. ഈ 8 അഡ്ജസ്റ്റ്മെന്റ്സ് പലപ്പോഴും ഈ റിട്ടയർമെന്റ് സമയത്ത് ആവശ്യമായിട്ട് വരും. നമുക്കറിയാം, ഒരു പുതിയ നിലവിലുള്ള ഒരു പാർട്ണർ ബിസിനസ്സിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരും. അപ്പോൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കണം. പിന്നെ റിട്ടയർ ചെയ്യുന്നയാളുടെ ഷെയർ റിമൈനിങ് പാർട്ട്നേഴ്സ് ആയിരിക്കാം വീതം വെച്ചെടുക്കുന്നത്. ഒന്നെങ്കിൽ എല്ലാവരും, അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 പേര്. പിന്നെ ആരൊക്കെയാണോ അത് വീതം വെച്ചെടുക്കുന്നത് അവർക്ക് ഗെയിൻ കിട്ടുന്നുണ്ട്. കാരണം ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ഈ ഗെയിനിങ് റേഷ്യോയുടെ അനുപാതത്തിലാണ് ഇത് റിട്ടയർ ചെയ്യുന്ന ആളുടെ ഗുഡ്വില്ല് കണ്ടെത്തിയിട്ട് ആ ഗുഡ്വില്ലിന്റെ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത്. ഗുഡ്വില്ലിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നാണ് ജനറലായിട്ട് വരിക. കോമൺ ആയിട്ട് പറയുമ്പോൾ ഇങ്ങനെയും പറയാറുണ്ട്, റിമൈനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഒന്നുകൂടെ ശരിയായിട്ട് പറഞ്ഞാൽ gaining partners capital account debtor to sacrificing partners capital. Okay, number 3, treatment of accumulated profit and loss. ജനറൽ റിസർവ് പോലെയുള്ള ഐറ്റംസ് വീതം വെക്കേണ്ടതുണ്ട്. അതെല്ലാ പാർട്ട്നേഴ്സിനും അവകാശപ്പെട്ടതാണ്. ഇപ്പോൾ സാധാരണ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണുന്ന ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്രെഡിറ്റ് ബാലൻസ് ഇവയൊക്കെ ക്ലോസ് ചെയ്യണം. എന്നിട്ട് എല്ലാ പാർട്ട്നേഴ്സിനുമായിട്ട് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് കൊടുക്കണം. നേരം ലയബിലിറ്റി സെല്ലിൽ വരുന്ന ഐറ്റം ആയതുകൊണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്, അത് ക്ലോസ് ചെയ്യാൻ ഡെബിറ്റ് ചെയ്യണം. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾഡ് റേഷ്യോ. ഗുഡ്വില്ല് വീതം വയ്ക്കുന്നത് ഗെയിനിങ് റേഷ്യോയിലാണ്.
ദെൻ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. എല്ലാ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് റീവാല്യൂ ചെയ്യണം. ചില അസറ്റിന് വില കൂടാം, ചിലതിന് കുറയാം. ചില ലയബിലിറ്റീസിന്റെ എമൗണ്ട് കൂടാം, കുറയാം. അൺറെക്കോർഡ് അസറ്റ് ഉണ്ട് റെക്കോർഡ് ചെയ്യണം, അൺറെക്കോർഡ് ലയബിലിറ്റി ഉണ്ട് റെക്കോർഡ് ചെയ്യണം. ഇതെല്ലാം റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റും ക്രെഡിറ്റും അത് ജേണൽ എൻട്രി അനുസരിച്ച്, അതായത് അസറ്റിന് വില കൂടുമ്പോഴും ലയബിലിറ്റീസിന്റെ എമൗണ്ട് കുറയുമ്പോഴും അൺറെക്കോർഡ് അസറ്റും വരുമ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ. അതേസമയം ലയബിലിറ്റീസിന്റെ എമൗണ്ട് കൂടുമ്പോഴും അസറ്റിന്റെ വാല്യൂ കുറയുമ്പോഴും അൺറെക്കോർഡഡ് ലയബിലിറ്റി വരുമ്പോഴും റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലുണ്ട്. അതിനുശേഷം റിവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ക്രെഡിറ്റ് സൈഡിലെ ബാലൻസ് കൂടുതലാണ്, ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ അത് റിവാലുവേഷൻ പ്രോഫിറ്റും, ഡെബിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ റിവാലുവേഷൻ ലോസുമാണ്. റിവാലുവേഷൻ പ്രോഫിറ്റ് ആണേലും ലോസ് ആണേലും ഓൾ പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതിനുശേഷം നേരം നമ്മൾ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിച്ചു, ഗുഡ്വില്ലിന്റെ അഡ്ജസ്റ്റ്മെന്റ് നടത്തി, അക്യുമുലേറ്റഡ് പ്രോഫിറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തി, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് റീവാല്യൂ ചെയ്തു. ഇത് റിട്ടയർ ചെയ്യുന്നയാളുടെ ആ റിട്ടയർമെന്റ് ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് കണ്ടെത്തി. ഇതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കണം. ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഇപ്പോൾ റിട്ടയറിംഗ് പാർട്ണറുടെ മാത്രം എമൗണ്ട് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ അയാളുടെ മാത്രം ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചാൽ മതിയാവും. ആ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതണം, ജനറൽ റിസർവിന്റെ വീതം എഴുതണം, റീവാലുവേഷൻ പ്രോഫിറ്റിന്റെ വീതം എഴുതണം, ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് നടത്തണം, അക്യുമുലേറ്റഡ് പ്രോഫിറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ച് എഴുതണം. പിന്നെ ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സോ അതുപോലെയുള്ള ഷെയർ ഓഫ് ലോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം, ഡെബിറ്റ് സൈഡിൽ എഴുതണം. അതിനുശേഷം ബാലൻസ് ചെയ്ത് കിട്ടുന്ന തുകയാണ് അയാൾക്ക് കൊടുക്കാനുള്ളത്. അയാൾക്ക് കൊടുക്കാനുള്ള റെഡി ക്യാഷ് ആയിട്ട് വേണേൽ കൊടുക്കാം. റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് എഴുതാം, അല്ലെങ്കിൽ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്ന് എഴുതാം. ചില കേസിൽ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട പ്രോബ്ലം വരാം. അങ്ങനെയുണ്ട് ആ ഒരു ട്രീറ്റ്മെന്റും നടത്തേണ്ടതുണ്ട്. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ്. ഇത് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് നമ്പർ 1 കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ. നമ്പർ 2 calculation of gaining ratio. Gaining ratio is equal to new share minus old share. എക്സാമിന് പലപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ സാക്രിഫൈസിംഗ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ. സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? റേഷ്യോ ഇൻ വിച്ച് ദ ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ദർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് ദി ന്യൂ പാർട്ണർ. അത് അഡ്മിഷന്റെ സമയത്താണ്. ഒരു പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഷെയർ ഏത് രീതിയിലാണോ ഇവർ സാക്രിഫൈസ് ചെയ്തത്. കാരണം നിലവിലുള്ള ഷെയറിന് ഇന്ന് എടുത്താണല്ലോ പുതിയ പാർട്ണർക്ക് കൊടുക്കുന്നത്. അന്നേരം ആരുടെ ഷെയർ ആണോ സാക്രിഫൈസ് ചെയ്ത് പുതിയ പാർട്ണർക്ക് വേണ്ടിയിട്ട്, രണ്ടുപേരും സാക്രിഫൈസ് ചെയ്യാം, ചില കേസിൽ ഒരാൾ തന്നെ സാക്രിഫൈസ് ചെയ്യാം. അത് ആ റേഷ്യോ ആണ് സാക്രിഫൈസിംഗ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോയോ നിലവിലൊരു പാർട്ണർഷിപ്പിൽ നിന്ന് ഒരാൾ റിട്ടയർ ചെയ്യുവാണ്. ആ റിട്ടയർ ചെയ്യുമ്പോൾ ആ റിട്ടയറിംഗ് പാർട്ണറുടെ ഷെയർ ആരാണോ അക്യൂർ ചെയ്യുന്നത് അവർക്കാണ് ഗെയിൻ കിട്ടുക. ദ റേഷ്യോ ഇൻ വിച്ച് ദ കണ്ടിന്യൂയിങ് പാർട്ണേഴ്സ് അക്യൂർ ദി ഔട്ട് ഗോയിങ് പാർട്ണർ ഷെയർ ഈസ് കോൾഡ് ഗെയിനിങ് റേഷ്യോ. When to calculate? Sacrificing ratio calculate ചെയ്യുന്ന സമയങ്ങൾ ഏതൊക്കെയാ? It is calculated at the time of admission of a partner and the change in profit sharing ratio. ഒരു പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോഴും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്യുമ്പോഴുമാണ് ഈ സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടെത്തേണ്ട സിറ്റുവേഷൻ ഉണ്ടാവുക. അതേസമയം ഗെയിനിങ് റേഷ്യോ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ണർ ആൻഡ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. റിട്ടയർമെന്റിന്റെയോ ഡെത്തിന്റെയോ സമയത്തെയാണ് ഗെയിനിങ് റേഷ്യോ പ്രധാനമായിട്ടും കാൽക്കുലേറ്റ് ചെയ്യപ്പെടേണ്ടി വരിക. പർപ്പസ് എന്തിനു വേണ്ടിയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ടു നോ ഹൗ മച്ച് ഈച്ച് പാർട്ണർ നീഡ്സ് ടു സാക്രിഫൈസ് ഫോർ ദി ന്യൂ പാർട്ണർ. ഓരോ പാർട്ണർ എത്രമാത്രം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കുക. ഗെയിനിങ് റേഷ്യോ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ടു നോ ഹൗ മച്ച് മോർ ഈച്ച് പാർട്ണർ വിൽ ഗെയിൻ വെൻ എ പാർട്ണർ റിട്ടയേഴ്സ് ഓർ ഡൈ. ഒരു പുതിയ പാർട്ണർ അല്ല നിലവിലുള്ള ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ ഇവർക്ക് എത്രമാത്രം കൂടുതൽ കിട്ടും അത് കണ്ടുപിടിക്കുക. ഇതിന്റെയൊക്കെ ഉദ്ദേശം ഗുഡ്വില്ല് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗുഡ്വില്ലിന്റെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് ഈ സാക്രിഫൈസിംഗ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും കണ്ടെത്തുന്നത്. അടുത്ത ഒബ്ജക്റ്റീവ് എന്തിനു വേണ്ടിയാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷെയർ ദി ഗുഡ്വിൽ ബ്രോട്ട് ഇൻ ക്യാഷ് ബൈ ദ ന്യൂ പാർട്ണർ ബിറ്റ്വീൻ ഓൾഡ് പാർട്ണേഴ്സ്. പുതിയ പാർട്ണർ കൊണ്ടിരുന്ന ഗുഡ്വില്ല് ഓൾഡ് പാർട്ണേഴ്സ് എങ്ങനെ വീതം വെച്ചെടുക്കണം, അത് ആര് കൂടുതൽ സാക്രിഫൈസ് ചെയ്തോ അവർക്ക് ഗുഡ്വില്ലിന്റെ കൂടുതൽ ഷെയർ കിട്ടും. അതേസമയം ഗെയിനിങ് റേഷ്യോ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ കോമ്പൻസേഷൻ പയബിൾ ടു ദി റിട്ടയറിംഗ് പാർട്ണർ ബൈ ദ കണ്ടിന്യൂയിങ് പാർട്ണേഴ്സ്. ഓക്കെ, അതായത് ഒരു ആള് റിട്ടയർ ചെയ്യുമ്പോൾ ഒരാളുടെ മരണം സംഭവിക്കുന്ന സമയത്ത് ഈ റിമൈനിങ് പാർട്ണേഴ്സിന് അദ്ദേഹത്തിന്റെ കൂടെ ഷെയർ കിട്ടുകയാണ് ചെയ്യും.
റിട്ടയർ ചെയ്യുന്നയാളുടെയും കൂടെ ഷെയർ കിട്ടുകയായി ചെയ്യുന്നത്. അന്നേരം ആർക്കാണോ അതിന്റെ ഗെയിൻ ഉണ്ടായത് അതനുസരിച്ച് വേണം റിട്ടയറിംഗ് പാർട്ണറുടെ ഗുഡ് വില്ല് അവർ വീതം വെച്ച് കൊടുക്കാൻ. ഇതിന്റെ ഇക്വേഷൻ അതും വളരെ പ്രധാനപ്പെട്ടാണ്. സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ എന്നാണ്. ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ എന്നാണ്. അന്നേരം ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുന്ന ഡിഫറെന്റ് വേരിയസ് സിറ്റുവേഷൻസ് ഉണ്ട്, ഡിഫറെന്റ് കേസസ് ഉണ്ട്. റിലേറ്റീവ് റേഷ്യോ ബിറ്റ്വീൻ റിമൈനിങ് പാർട്ട്നേഴ്സ് അൺചേഞ്ച്ഡ്. പല കേസിലും റിലേറ്റീവ് റേഷ്യോ ബിറ്റ്വീൻ റിമൈനിങ് പാർട്ട്നേഴ്സ് ചേഞ്ച് ചെയ്യാറില്ല. അങ്ങനെ വരുന്ന കേസിൽ അവരുടെ ന്യൂ റേഷ്യോ തന്നെയായിരിക്കും അവരുടെ ഗെയിനിങ് റേഷ്യോ. In this case, there is no need to calculate gaining ratio. New ratio and gaining ratio will be the same. ഇവിടെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന നോക്കിയേ, പലപ്പോഴും ഇങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഇതിനു വേണ്ടി അധികം സമയം കളയാതിരുന്നാൽ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് കൂടുതൽ സമയം കിട്ടും. ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിച്ച് ചില കേസിൽ സമയം കളയേണ്ട ആവശ്യമില്ല, കാരണം ന്യൂ ഷെയർ തന്നെയായിരിക്കും ഗെയിനിങ് ഷെയർ കിട്ടാൻ പോകുന്നത്. നോക്കിയേ, എക്സ് വൈ ആൻഡ് ഇസഡ് ആർ പാർട്ട്നർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 1/2, 3/10, 1/5 എന്ന് പറഞ്ഞാൽ അതിനെ ഡിനോമിനേറ്റർ ഒരുപോലെ ആകുമ്പോൾ 5:3:2 എന്ന് കിട്ടും. 5:3:2 ആണ് അവളുടെ ഓൾഡ് ഷെയർ. കാൽക്കുലേറ്റ് ന്യൂ റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ ഇഫ് എക്സ് റിട്ടയേഴ്സ്. എക്സ് വൈ ആൻഡ് ഇസഡില് എക്സ് റിട്ടയർ ചെയ്തെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇവരുടെ ന്യൂ ഷെയറിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഒരു എക്സ് റിട്ടയർ ചെയ്യെങ്കിൽ എക്സിന്റെ ഷെയർ മാത്രം അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. അന്നേരം അവരുടെ ന്യൂ ഷെയർ എന്നുള്ളത് 3:2 എന്ന് കിട്ടും. അന്നേരം ഈ എക്സിന്റെ ഈ 5/10 ഷെയർ എങ്ങനെ ഇവർ വീതം വെച്ചെടുത്ത് കാണും? ഇവർ വീതം വെച്ചെടുത്ത് ഈ പ്രപ്പോർഷനിൽ തന്നെയായിരിക്കും, 3:2 പ്രപ്പോർഷനിൽ തന്നെയായിരിക്കും. അന്നേരം ഇവർക്ക് വന്ന നേട്ടവും ഗെയിനും ഏത് തന്നെയായിരിക്കും? 3:2 പ്രപ്പോർഷനിൽ തന്നെയായിരിക്കും. അന്നേരം ഇത് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണേ ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ അങ്ങനെ കണ്ടുപിടിക്കുമ്പോഴും 3:2 തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് in this case there is no need to calculate gaining ratio. New ratio and gaining ratio will be the same. അതായത് ഒരാൾ റിട്ടയർ ചെയ്തെന്ന് മാത്രമേ പറയുന്നുള്ളൂ, പ്രത്യേകിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും തരുന്നില്ല, അവരുടെ ന്യൂ പ്രൊവിഷണൽ റേഷ്യോയെ പറ്റി ഒന്നും മിണ്ടുന്നില്ല എങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ റിട്ടയർ ചെയ്യുന്ന ആളുടെ ഷെയർ ഒഴിവാക്കുമ്പോൾ ബാലൻസ് കിട്ടുന്നതായിരിക്കും അവരുടെ ന്യൂ റേഷ്യോ. അത് തന്നെയായിരിക്കും കണ്ടുപിടിച്ച് കഴിഞ്ഞാലും കിട്ടുന്ന ഗെയിനിങ് റേഷ്യോ. അതുകൊണ്ട് അത് കണ്ടുപിടിച്ച് സമയം കളയേണ്ടതില്ല. 8 മാർക്കിന്റെ ക്വസ്റ്റനിൽ ഇങ്ങനെ ഒരു ഐറ്റം വന്നാൽ ഗുഡ് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. Case 2. When the new provision ratio between continuing partners is changed. ന്യൂ റേഷ്യോ ചേഞ്ച് ചെയ്തു എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ആ കേസിൽ നമ്മൾ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിച്ചിരിക്കണം. നോക്കിയേ, എ ബി ആൻഡ് സി were sharing profit and loss in the ratio of 3:2:1. Okay. C retires from the firm. A and B decide to share future profit in the ratio of 7:5. ഒരു പുതിയ പ്രപ്പോർഷനിൽ അവർ വീതം വെക്കാൻ പോകുന്നത്. അന്നേരം ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും തമ്മിൽ ഒരു ബന്ധവും. അങ്ങനത്തെ കേസിൽ നമ്മൾ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ഓൾഡ് റേഷ്യോ ആദ്യമേ എഴുതുക, ന്യൂ റേഷ്യോ രണ്ടാമത് എഴുതുക. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ കേസിൽ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുന്ന ന്യൂ ഷെയറിൽ നിന്ന് ഓൾഡ് ഷെയർ കുറയ്ക്കണം. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ 1:1 എന്നാണ് കിട്ടുന്നത്. അന്നേരം ഈ കേസിൽ ന്യൂ റേഷ്യോ 7:5, ഗെയിനിങ് റേഷ്യോ 1:1 നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. അതായത് ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും തന്നിട്ടുണ്ടാകും, ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ഈ എക്സാമ്പിൾ നോക്കിയേ, എ ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2:1. ഓക്കെ. എ റിട്ടയേഴ്സ്. ഈ എ ബി സിയിലെ എ റിട്ടയർ ചെയ്യണം. ആൻഡ് ഹിസ് ഷെയർ ഈസ് ടേക്കൺ അപ്പ് ബൈ ഓർ അക്വയർഡ് ബൈ ബി ആൻഡ് സി ഇൻ ദ റേഷ്യോ ഓഫ് 3:2. എയുടെ ഷെയർ ബിയും സിയും കൂടി അക്വയർ ചെയ്യുന്ന 3:2 റേഷ്യോയിലാണ്. അതായത് എയുടെ ഷെയറിന്റെ 3/5 ബി അക്വയർ ചെയ്യും, 2/5 സി അക്വയർ ചെയ്യും. അപ്പോൾ ഓൾഡ് റേഷ്യോ 3:2:1. എസ് ഷെയർ 3:2:1 3/6 ആണ് എയുടെ ഷെയർ. ഈ എയുടെ ഷെയർ ബിയും സിയും കൂടി അക്വയർ ചെയ്യുന്ന 3:2 റേഷ്യോയിലാണ്. ഓക്കെ. ഇവിടെ നോക്കിയേ, എയുടെ ഷെയർ എന്ന് പറയുന്നത് 3/5 ആണ്, 3/6 ആണ്. എയുടെ ഷെയർ 3/6 ആണ്. അന്നേരം 3/6ന്റെ 3/5 പോർഷൻ, 3/5 ഓഫ് 3/6, 3/6ന്റെ 3/5 പോർഷൻ ആണ് അക്വയർ ചെയ്യുന്നത്. അതിനെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അന്നേരം 9/30 എന്ന് കിട്ടും. അന്നേരം എയുടെ ഷെയർ ബി അക്വയർ ചെയ്തേക്കുന്ന എത്ര ഭാഗമാണ്? 3/6ന്റെ 3/5 എന്ന 9/30 ഭാഗമാണ്. അന്നേരം ബിയുടെ ന്യൂ ഷെയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ബിയുടെ ഓൾഡ് ഷെയർ പ്ലസ് ഈ എയിൽ നിന്ന് കിട്ടിയ ഭാഗം. അന്നേരം ബിയുടെ ഓൾഡ് ഷെയർ എത്രയാ? 3, 2, 5, 1, 6, 2/6 ആണ്. ബിസ് ന്യൂ ഷെയർ എന്ന് പറയുന്നത് 2/6 പ്ലസ്
ഈ എയിൽ നിന്ന് കിട്ടിയ 9/30 കൂടെ ആഡ് ചെയ്യണം. 2/6 പ്ലസ് 9/30 ഇതിന്റെ ഡിനോമിനേറ്ററിനെ 30ലേക്ക് ആക്കുക. 6 എന്നുള്ള 30ലേക്ക് ആക്കാൻ എത്ര ഉണ്ടാ? 5 കൊണ്ട് ന്യൂമറേറ്ററെയും ഡിനോമിനേറ്ററെയും മൾട്ടിപ്ലൈ ചെയ്യുക. അന്നേരം 2 10 6 30 പ്ലസ് 9/30 അപ്പോൾ 19/30. സിയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് എയുടെ ഷെയർ സി എത്ര അക്വയർ ചെയ്തതെന്ന് ഇവിടെ പറയുന്നുണ്ട്. എയുടെ ഷെയർ സി എത്ര അക്വയർ ചെയ്തു? എയുടെ ഷെയർ എന്ന് പറയുന്നത് 3/6. 3/6ന്റെ 2/5. ഈ 2/5 കിട്ടിയത് എങ്ങനെയാ വെച്ചാൽ 3:2 2/5. 2/5 ഓഫ് 3/6 എന്ന് പറയുന്നത് 6/30 ആണ് സിക്ക് എയിൽ നിന്ന് കിട്ടിയത്. അന്നേരം സിയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് സിയുടെ ഓൾഡ് ഷെയർ പ്ലസ് എസ് ഷെയർ അക്വയർഡ് ബൈ സി. സിയുടെ ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് എത്രയാ? 1/6 ആ. ഇതില് 1/6 പ്ലസ് ഇപ്പോൾ ഈ കിട്ടിയ ഭാഗം 6/30 കൂടെ കൂട്ടണം. 1/6 പ്ലസ് 6/30. ഈ 6ഉം 30 നേരം ഇത് പ്ലസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കണം. അതുകൊണ്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ന്യൂമറേറ്ററേയും ഡിനോമിനേറ്ററിനെയും. അന്നേരം 5/30 പ്ലസ് ഇത് തന്നെ എടുത്ത് എഴുതുക 6/30 = 11/30. അന്നേരം ബിയുടെയും സിയുടെയും ന്യൂ ഷെയർ കിട്ടി. ഇപ്പോൾ കണ്ടുപിടിച്ചത് ഈ ഇവിടെ 19/30 11/30. അന്നേരം 19/11 എന്ന് കിട്ടി. ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ കിട്ടിയാൽ നമുക്ക് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. ന്യൂ ഷെയറിൽ നിന്ന് ഓൾഡ് ഷെയർ കുറച്ച് ഗെയിനിങ് റേഷ്യോ എത്ര കിട്ടി? 3:2. അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. ഇവരുടെ ഗെയിനിങ് റേഷ്യോ ഏത് തന്നെ ആയിരിക്കും. ഇവരെങ്ങനെ ഏത് റേഷ്യോയിലാണോ എയുടെ ഷെയർ അക്വയർ ചെയ്തത് അത് തന്നെ ആയിരിക്കും. ഇത് തന്നെ ആയിരിക്കും ആൻസർ കിട്ടാൻ പോകുന്നത്. പക്ഷെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ ജസ്റ്റ് ഇത് തന്നെ എടുത്ത് എഴുതിയാൽ പറ്റില്ലല്ലോ. ഈ ഒരു രീതിയിലുള്ള നടപടിക്രമങ്ങൾ ചെയ്യണം. അതേസമയം 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒരു ഭാഗമായിട്ടൊക്കെ ഇങ്ങനെ വന്നാൽ നമുക്ക് സമയം ലാഭിക്കാനായിട്ട് ഇത് ഈ രീതിയിൽ പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, അന്നേരം ഇതുപോലെയാണ് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുന്ന 3 കേസ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. കേസ് 4, when the entire share of the retiring partner is taken by only one continuing partner. ഒരു റിട്ടയർ ചെയ്യുന്നയാളുടെ മുഴുവൻ ഷെയറും കണ്ടിന്യൂയിങ് പാർട്ണറായ ഒരാൾ മാത്രമാണ് എടുത്തതെങ്കിൽ ഇവിടെ ഗെയിനിങ് ആർക്കേ വരുള്ളൂ? ആ ഒരു വ്യക്തിക്ക് മാത്രമേ വരുള്ളൂ. ഇവിടെ എക്സാമ്പിൾ നോക്കിയേ. എ, ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 2:2:1. എയും ബിയും സിയും പാർട്ട്നേഴ്സ് അവരുടെ റേഷ്യോ 2:2:1 ആണ്. ഓക്കെ, ബി റിട്ടയർ, എ ബി സിയിൽ ബി റിട്ടയർ ചെയ്യണം. ആൻഡ് ഹിസ് ഷെയർ ഈസ്, ബിയുടെ ഷെയർ ഈസ് എൻറ്റയർലി ടേക്കൺ ബൈ സി. സി തന്നെയാണ് മുഴുവൻ ഷെയർ ഏറ്റെടുത്തത്. കാൽക്കുലേറ്റ് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾഡ് റേഷ്യോ ഓഫ് എ ബി ആൻഡ് സി 2:2:1. ബി റിട്ടയേഴ്സ് ആൻഡ് ബീസ് ഷെയർ ഈസ് എൻറ്റയർലി ടേക്കൺ ബൈ സി. ബിയുടെ ഷെയർ ആയ 2:4:5 2/5 എൻറ്റയർലി ടേക്കൺ ബൈ സി. നേരെ എക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. എയുടെ ഓൾഡ് ഷെയർ ന്യൂ ഷെയർ ഒന്ന് തന്നെ. എസ് ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു ഓൾഡ് ഷെയർ തന്നെ 2/5 തന്നെ. സീസ് ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു സിയുടെ ഓൾഡ് ഷെയർ ആയ 2:4:5 1/5 പ്ലസ് ബിയുടെ മുഴുവൻ ഷെയറും 2/5. 1/5 പ്ലസ് 2/5 ഈസ് ഈക്വൽ ടു 3/5. ഇവിടെ ന്യൂ റേഷ്യോയും ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും കിട്ടിയെങ്കിൽ ഗെയിനിങ് റേഷ്യോ ഏതായിരിക്കും? എസ് ഗെയിൻ 2/5 മൈനസ് 2/5 0. ഒരു ഗെയിനും ഇല്ല, ഒരു ലോസും ഇല്ല. സി ഇസ് ഗെയിൻ 2/5. 3/5 മൈനസ് 1/5 2/5. കാരണം ബിയുടെ ഷെയർ മുഴുവൻ സി ആക്കിയാണ് കിട്ടിയത് 2/5. ഈ കേസിൽ ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? 0 കിട്ടുന്നത് എക്സാമിന്റെ സമയത്ത് 0 കിട്ടിയത് തെറ്റാന്ന് വിചാരിക്കേണ്ട കാര്യമില്ല, അത് കറക്റ്റാ. ഒരാളുടെ 0യും ഒരാളുടെ 2/5 ആണ്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ. ഈ ഗുഡ് വില്ല് കണ്ടുപിടിക്കുമ്പോഴാണ് ഈ ഗെയിനിങ് റേഷ്യോയുടെ പ്രസക്തി. അന്നേരം ഗുഡ് വില്ല് കണ്ടുപിടിക്കേണ്ട ആവശ്യകത എന്താ? അതായത് ഈ ബിസിനസ് ചിലപ്പോൾ 10-15 വർഷം മുമ്പ് തുടങ്ങിയതായിരിക്കും. ചില ബിസിനസ് 50-60 വർഷം മുമ്പ് തുടങ്ങിയ ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് റിട്ടയർമെന്റ് സംഭവിക്കാം. ഓക്കെ, അന്നേരം അന്ന് തുടങ്ങിയ സമയത്തെ ബിസിനസ് അല്ല ഇപ്പോൾ. കാരണം തുടങ്ങിയതിനേക്കാൾ ബിസിനസിന്റെ ഗുഡ് വില്ല് വർദ്ധിച്ചിട്ടുണ്ടാകാം. പണ്ട് പുതുതായിട്ട് തുടങ്ങിയപ്പോൾ ആ ബിസിനസ്സിന് പ്രത്യേകതയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ വർഷങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന്, കൂടുതൽ ആളുകളുമായിട്ടുള്ള കണക്ഷനിൽ നിന്ന്, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഒക്കെ നടത്തി ആ ബിസിനസ്സിന് മറ്റ് ബിസിനസ്സിനേക്കാൾ പേരും സെയിൽസും കൂടുതലുണ്ട്. ഏണിംഗ് കപ്പാസിറ്റി കൂടുതലുണ്ട്. ഗുഡ് വിൽ ഈസ് ദ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് ഇറ്റ് ഈസ് ദ എക്സ്ട്രാ ഏണിംഗ് കപ്പാസിറ്റി ഓഫ് എ ബിസിനസ് കമ്പയർഡ് ടു അതർ ബിസിനസ്. അന്നേരം അതിന്റെ ആ ബിസിനസിന്റെ റെപ്യൂട്ടേഷൻ വർദ്ധിപ്പിക്കാൻ പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് റിട്ടയർ ചെയ്യുന്നത്. അന്നേരം ആ ബിസിനസിന്റെ ഇന്നത്തെ ഗുഡ് വില്ലിന്റെ വാല്യൂ കണ്ടെത്തി
അതിൽ റിട്ടയർ ചെയ്യുന്നയാളുടെ ഷെയറിന്റെ മൂല്യം അയാൾക്ക് കൊടുക്കേണ്ടതുണ്ട്. ഈ മൂല്യം ആര് കൊടുക്കണം? ആർക്കാണോ ഈ റിട്ടയർ ചെയ്യുമ്പോൾ ആ റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ ഗെയിൻ കിട്ടിയത്, റിട്ടയർ ചെയ്യുന്നത് മൂലം ഗെയിൻ ആർക്ക് കിട്ടിയോ ആ ഗെയിൻ കിട്ടിയ പാർട്ണേഴ്സ് ആണ് ഈ ഗുഡ്വില്ലിന്റെ വാല്യൂ റിട്ടയർ ചെയ്യുന്ന ആൾക്ക് കൊടുക്കേണ്ടത്. നേരെ റിട്ടയർ ചെയ്യുന്ന സമയത്തെ ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് വളരെ എളുപ്പമാണ്. ഒറ്റ ജേണൽ എൻട്രി ഉള്ളൂ. റിമൈനിങ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ എന്ന് കോമൺ ആയിട്ട് പറയും. എന്നാൽ അല്പം കൂടെ കണിശമായിട്ട് പറഞ്ഞാൽ ഗെയിനിങ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു സാക്രിഫൈസിങ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അല്ലെ റിട്ടയറിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറയാം. കാരണം ഈ കേസിൽ തന്നെ ഇവിടെ നോക്കിയേ, എ ബി സി ഇതിൽ ആരാ റിട്ടയർ ചെയ്യുന്നത്? ബി റിട്ടയർ ചെയ്യുവാണ്. ഈ ബി റിട്ടയർ ചെയ്യുമ്പോൾ റിമൈനിങ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എ അതിൻ്റെ അകത്ത് വരില്ല, കാരണം എക്ക് ഗെയിൻ ഇല്ല. അതുകൊണ്ട് ഗെയിനിങ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ എന്ന് തന്നെ പറഞ്ഞാൽ ഈ കേസിൽ ഗുഡ്വില്ലിന്റെ ആരാ കൊടുക്കാൻ ബാധ്യസ്ഥൻ? സി മാത്രമേ ഉള്ളൂ. കാരണം ബി റിട്ടയർ ചെയ്തപ്പോൾ ആ ബി റിട്ടയർ ചെയ്തതിന്റെ മുഴുവൻ ബെനിഫിറ്റും കിട്ടിയത് ആർക്ക് മാത്രമാണ്? സിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഈ കേസിൽ ജേണൽ എൻട്രി, ഗുഡ്വില്ലിന്റെ ജേണൽ എൻട്രി എഴുതുവാണെങ്കിൽ ഈ ബിയുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ ഇപ്പൊ 10,000 രൂപയാണെങ്കിൽ ജേണൽ എൻട്രി എന്തെന്ന് വരും? ഗെയിനിങ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബീസ് ക്യാപിറ്റൽ എന്നേ വരുള്ളൂ. എ ഇതിൻ്റെ അകത്ത് കക്ഷിയല്ല. അന്നേരം ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് ജേണൽ എൻട്രി ഇതാണ്: റിമൈനിങ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ. ഗെയിനിങ് റേഷ്യോ എന്ന് പ്രത്യേകം കൊടുക്കണം. ഗെയിനിങ് റേഷ്യോ എന്ന് കൊടുത്തെങ്കിൽ മാത്രമേ ഗെയിന് ഇല്ലാത്തവർ അതിൻ്റെ അകത്ത് ഒഴിവാകുള്ളൂ. കാരണം ഗെയിനിങ് റേഷ്യോയിലാണ് ഇത് വീതം വെക്കേണ്ടത്. റിട്ടയറിംഗ് ചെയ്യുന്ന ആളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് കൊടുക്കുക, അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അത്രയും തുക കൂട്ടിക്കാണിക്കുകയും റിമൈനിങ് പാർട്ണേഴ്സിൽ ഗെയിനിങ് ഉള്ളവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഈ തുക വരികയും വേണം. ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടെ നടക്കുക. ഒരു അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രി ആണ് ഇത്. റിമൈനിങ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ. റിട്ടയർമെന്റ് സമയത്ത് ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് വളരെ എളുപ്പമാണ്. ഈ ഒരൊറ്റ ജേണൽ എൻട്രി പഠിച്ചാൽ മതി. പിന്നെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ ഉണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്ത് കളയുകയും വേണം. ചില കേസിൽ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റിന്റെ ബാലൻസ് ഷീറ്റിൽ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ ഉണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. അത് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള ജേണൽ ഇതാണ്: ഓൾ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ. ഓൾഡ് റേഷ്യോയിലാണത്, അവിടെ ഗെയിനിങ് റേഷ്യോ അല്ലെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഓൾ പാർട്ണേഴ്സ് ഇൻക്ലൂഡിങ് റിട്ടയറിംഗ് പാർട്ണർ. എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ ഉണ്ട്, റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ബി ആൻഡ് സി ആർ പാർട്ണേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 5:3:2. ഓക്കെ. എ റിട്ടയേഴ്സ് ഫ്രം ദി ഫേം ആൻഡ് ഗുഡ്വിൽ ഓഫ് ദി ഫേം വാസ് വാല്യൂഡ് അറ്റ് ₹1,20,000. എയും ബിയും സിയും പാർട്ണേഴ്സ് ആണ്. അവരുടെ റേഷ്യോ 5:3:2 ആണ്. അതിൽ ആരാ റിട്ടയർ ചെയ്യുന്നത്? എ റിട്ടയർ ചെയ്യുകയാണ് ബിസിനസ്സിൽ നിന്ന്. അന്നേരം 5, 3, 8, 2, 10 5/10 ആണ് അദ്ദേഹത്തിന്റെ ഷെയർ. ഫേമിന്റെ ഗുഡ്വിൽ 1,20,000 ആണ്. ന്യൂ പ്രൊവിഷൻ റേഷ്യോ ഓഫ് ദി കണ്ടിന്യൂയിങ് പാർട്ണേഴ്സ് വിൽ ബി ഈക്വൽ. ബിയുടെയും സിയുടെയും പ്രൊവിഷൻ റേഷ്യോ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ 1:1 ആണ്. അന്നേരം ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും ഈ പ്രോബ്ലത്തിലുണ്ട്. അന്നേരം നമ്മൾ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ഓൾഡ് റേഷ്യോ എ ബി ആൻഡ് സി 5:3:2. ന്യൂ റേഷ്യോ ഓഫ് ബി ആൻഡ് സി 1:1. ഗെയിനിങ് റേഷ്യോ ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ ആണ്. ആർക്കൊക്കെയാണ് ഗെയിന്? എ റിട്ടയർ ചെയ്യുവാണല്ലോ. ബിക്കും സിക്കും ആണ് ഗെയിൻ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്. ബീസ് ഗെയിൻ എന്ന് പറയുന്നത് ന്യൂ ഷെയർ ആയ 1/2 മൈനസ് ഓൾഡ് ഷെയർ ആയ 3/10. അന്നേരം 2/10 എന്ന് കിട്ടി. സീസ് ഗെയിന് 1/2 മൈനസ് ഓൾഡ് ഷെയർ 2/10, അപ്പോൾ 3/10 എന്ന് കിട്ടി. അന്നേരം ന്യൂ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. ഓക്കെ. ഗുഡ്വിൽ ഓഫ് ദി ഫേം ആണ് 1,20,000. എയുടെ ഷെയർ എത്രയാ? 5, 3, 8, 2, 10 5/10 ആണ്. 1,20,000ന്റെ 5/10 ഭാഗം മാത്രമാണ് എക്ക് അവകാശപ്പെട്ട 60,000. ഈ 60,000 ആരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യണം? ഗെയിനിങ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ഗെയിനിങ് പാർട്ണേഴ്സ് ആർക്കുണ്ട്? ബിക്കും സിക്കും ഗെയിൻ ഉണ്ട്. അപ്പോൾ ഗെയിനിങ് പാർട്ണേഴ്സ് ആരൊക്കെയാണ്? ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 60,000 ഇൻറ്റു ഈ ഗെയിനിങ് റേഷ്യോ 2/5. അന്നേരം 24,000 ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ 60,000 ഇൻറ്റു 3/5 36,000 ഡെബിറ്റ് ചെയ്യണം. അന്നേരം സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് എത്ര ക്രെഡിറ്റ് കിട്ടണം? അയാളുടെ ഷെയർ 60,000. ഈ 60,000
ആദ്യമേ എഴുതാം. അതിനെ ഈ റേഷ്യോയിൽ വീതം വെച്ചുള്ളത് ഇവിടെ എഴുതാം. ഇതാണ് ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇവിടെ ഇപ്പൊ സാക്രിഫൈസ് വന്ന് എക്ക് മാത്രമേ ഉള്ളൂ. എ മാത്രമാണ് അവരുടെ ഷെയർ ഉപേക്ഷിച്ചു പോകുന്നത്. ഓക്കെ, നേരം ഗുഡ്വില്ലിന്റെ എല്ലാ ട്രീറ്റ്മെന്റും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ട്രീറ്റ്മെന്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റിന് എക്സാമ്പിൾ ആണ് ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്രെഡിറ്റ് ബാലൻസ് ഒക്കെ. അങ്ങനെ വരുമ്പോൾ അക്യുമുലേറ്റഡ് ഇവയൊക്കെ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഐറ്റമാണ്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് വരുന്നത്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റിനെ ക്ലോസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഓൾഡ് റേഷ്യോ. അക്യുമുലേറ്റഡ് ലോസ് ഉണ്ടല്ലോ, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ടുവന്നാലോ, ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു അക്യുമുലേറ്റഡ് ലോസ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് സാധാരണ വരുന്ന ജനറൽ റിസർവ് ഒരു എക്സാമ്പിൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് എക്സാമ്പിൾ, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ടിൽ 50,000 രൂപ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലുണ്ട്. അതിൽ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞേക്കാണ്, അതിലൊരു 5,000 രൂപ ക്ലെയിം കൊടുക്കാനുണ്ട്. അന്നേരം എക്സസ് എത്രയുണ്ട്? 50,000 5,000 45,000 രൂപ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ, വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ. ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഉണ്ടായാൽ അതിന്റെ അകത്ത് ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ എന്തെങ്കിലും ഉപയോഗിക്കാനുള്ള ഫണ്ട് ഒരു 25,000 രൂപ ഉണ്ടായാൽ അതിൽ 5,000 രൂപ ഈ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ വന്നപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നു. ബാക്കി 20,000 ഉണ്ടായാൽ ആ 20,000 രൂപ ക്ലോസ് ചെയ്യാം, ഡെബിറ്റ് ചെയ്യാം. ഇതെല്ലാം ആർക്കുള്ളതാണ്? ഓൾ പാർട്ട്നേഴ്സിന്, എല്ലാ പാർട്ട്നേഴ്സിനും ഇൻക്ലൂഡിങ് റിട്ടയറിംഗ് പാർട്ട്ണർ, ഓൾഡ് റേഷ്യോ. അക്യുമുലേറ്റഡ് ലോസ് വന്നാൽ സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് വരുന്നതായിട്ടോ. അത് വരുമ്പോൾ ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് വരിക. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആർ എക്സ്പെൻഡിച്ചേഴ്സ് വിച്ച് ആർ ബേസിക്കലി in the nature of revenue expenditure but whose benefit covers a number of years. That is, their benefit may be extended over a number of years. ഇപ്പോൾ ഹ്യൂജ് അഡ്വർടൈസ്മെന്റ് ഒക്കെ നടത്തി 5 കോടി രൂപയായി. ഓരോ വർഷം ഒരു 50 ലക്ഷം രൂപ വെച്ച് എക്സ്പെൻഡിച്ചർ ആയിട്ട് എഴുതി തള്ളുന്നുള്ളൂ. ആദ്യത്തെ വർഷം 50,000 രൂപ എക്സ്പെൻഡിച്ചർ ആയിട്ട് എഴുതി, ബാക്കി 4,50,00,000 രൂപ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് കാണിക്കും. അങ്ങനെ വലിയ ഹ്യൂജ് തുക അഡ്വർടൈസ്മെന്റിനൊക്കെ മുടക്കിയിട്ടുണ്ട്. അതൊക്കെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസ്. അതിന്റെ ബെനിഫിറ്റ് ദീർഘകാലത്തേക്ക് കിട്ടുന്നതുകൊണ്ട് ഒരു വർഷത്തെ ചിലവായിട്ട് തന്നെ എഴുതേണ്ടതില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹെവി അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ, കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, കോസ്റ്റ് ഓഫ് എക്സ്പെരിമെന്റ്സ്, ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചേഴ്സ്, പ്രിലിമിനറി എക്സ്പെൻസ്, ഇവയെല്ലാം ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിൾ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, റിട്ടയർമെന്റ് അഡ്മിഷന്റെ സമയത്ത് വരയ്ക്കുന്ന അക്കൗണ്ടാണ് റീവാലുവേഷൻ അക്കൗണ്ട്. അഡ്മിഷന്റെ പോലെ തന്നെയാണ് റിട്ടയർമെന്റിലെ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അഡ്മിഷനിൽ ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്മിഷന്റെ സമയത്ത് പുതിയ പാർട്ട്ണറുകൾ വരുവാണല്ലോ, ആ സമയത്ത് ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രം അവകാശപ്പെട്ടാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഓൾ പാർട്ട്നേഴ്സ് ഇൻക്ലൂഡിങ് റിട്ടയറിംഗ് പാർട്ട്ണർക്ക് റീവാലുവേഷൻ പ്രോഫിറ്റ് അല്ല ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള ഒരു ഒറ്റ വ്യത്യാസമുള്ളൂ. ബാക്കി ട്രീറ്റ്മെന്റ് എല്ലാം സെയിം ആണ്. റിവാലുവേഷൻ അക്കൗണ്ടിനെ പറ്റി പറയുവാണെങ്കിൽ റിവാലുവേഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട്, എന്ത് കണ്ടുപിടിക്കാനാ? പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റ് ഓർ റീഅസസ്മെന്റ് ഓഫ് ലയബിലിറ്റീസ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ അല്ലെ അഡ്മിഷന്റെ സമയത്തും ഇത് തന്നെയാണ് വരയ്ക്കുന്നത്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് റീവാല്യൂ ചെയ്ത് എന്റെ എഫക്റ്റ് ആയിട്ട് റിവാലുവേഷൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിച്ച് അത് പാർട്ട്നേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി വരയ്ക്കുന്ന ഒരു അക്കൗണ്ടാണ് റിവാലുവേഷൻ അക്കൗണ്ട്. റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ടല്ലോ. റിവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ അസറ്റിന് വാല്യൂ കൂടുമ്പോഴും ലയബിലിറ്റീസിന്റെ വാല്യൂ കുറയുമ്പോഴും അൺറെക്കോർഡ് അസറ്റ് റെക്കോർഡ് ചെയ്യുമ്പോഴും റിവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ, അതാണ് ഫേവറബിൾ സൈഡ്. കാരണം അസറ്റിന് വില കൂടുന്നത് നമുക്ക് നല്ലതാ, ലയബിലിറ്റീസ് കുറയുന്നത് നല്ലതാ, അൺറെക്കോർഡ് അസറ്റ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് നല്ലതാ. അതേസമയം അൺഫേവറബിൾ ഐറ്റംസ് ആയ ലയബിലിറ്റീസിന്റെ എമൗണ്ട് കൂടുന്നത്, അസറ്റിന്റെ വാല്യൂ കുറയുന്നത്, അൺറെക്കോർഡഡ് ലയബിലിറ്റി റെക്കോർഡ് ചെയ്യുന്നതെല്ലാം ഡെബിറ്റ് സൈഡിലാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ അതിന്റെ അടിസ്ഥാനം ജേണൽ എൻട്രിയാണ്.
ഒരു അസറ്റിന് വില കൂടുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ടാണ് ഇവിടെ പറയാത്തത്. അസറ്റിന് വില കൂടുമ്പോൾ ജനറൽ എൻട്രി എന്താ? അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ഉടനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റിവാലുവേഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് റിവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലെ പോസ്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അസറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, റിവാലുവേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. അതേപോലെ അസറ്റിന് വില കുറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അസറ്റിന് ഡെബിറ്റ് ബാലൻസ് അല്ലേ, വില കുറയാൻ ക്രെഡിറ്റ് ചെയ്യണം. ജനറൽ എൻട്രി എന്താ? റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്. റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതണം. അതേപോലെ തന്നെ ലയബിലിറ്റിയുടെ എമൗണ്ട് കൂടുമ്പോൾ ലയബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് വീണ്ടും കൂടാൻ അതിനെ വീണ്ടും ക്രെഡിറ്റ് ചെയ്യണം. ജനറൽ എൻട്രി എന്താ? റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പർട്ടിക്കുലർ ലയബിലിറ്റി. ഒരു ലയബിലിറ്റി എക്സാമ്പിൾ ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് കുറഞ്ഞു, അത് നമ്മളെ സംബന്ധിച്ച് ഫേവറബിൾ ആണ്. വില കുറയുമ്പോൾ ലയബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്, കുറയാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റിവാലുവേഷൻ. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റിവാലുവേഷൻ. അന്നേരം റിവാലുവേഷൻ അക്കൗണ്ട് എവിടെ വരും? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റിവാലുവേഷൻ. റിവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് വരും. ഇനി അൺറെക്കോർഡ് അസറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ബുക്സ് ഓഫ് അക്കൗണ്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അങ്ങനെ ഒരു ഐറ്റം ഇല്ല, പക്ഷെ ഓൾറെഡി ഫിസിക്കലായിട്ട് ഐറ്റം ഉണ്ട് താനും അവിടെ, റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു ഫർണിച്ചറിന്റെ കേസാണെന്ന് കരുതുക. അൺറെക്കോർഡഡ് ഫർണിച്ചർ കണ്ടുപിടിക്കപ്പെട്ടു, അത് രേഖപ്പെടുത്തണം. ഫർണിച്ചറിന് 0 ബാലൻസാ, വരാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ പർട്ടിക്കുലർ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റിവാലുവേഷൻ. അതും റിവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡില്ല. അതേപോലെ തന്നെ അൺറെക്കോർഡഡ് ലയബിലിറ്റി ഉണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ലയബിലിറ്റി കൊടുക്കാനല്ല, പക്ഷെ യഥാർത്ഥം നമ്മൾ കൊടുക്കാനുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ലയബിലിറ്റി അല്ലേ, ലയബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് അല്ലേ വരേണ്ടത്. ജനറൽ എന്താ? റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ലയബിലിറ്റി. റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരും. അതിനുശേഷം നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. റിവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡാ കൂടെ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ്, അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? റിവാലുവേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് സൈഡ് കൂടല്ലേ, ക്ലോസ് ചെയ്യാൻ ഡെബിറ്റ് ചെയ്യണം. റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്ലൂഡിംഗ് റിട്ടയറിംഗ് പാർട്ണർ ഓൾഡ് റേഷ്യോ. അതേസമയം റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡാ കൂടല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഏത് അക്കൗണ്ടിലേക്ക് മാറ്റി? ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിവാലുവേഷൻ. അതിനുശേഷം അസൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്. ഈ പാർട്ണർ ചിലപ്പോൾ റിട്ടയർ ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിന്റെ അതല്ല ഫിനാൻഷ്യലിന്റെ മിഡിൽ വെച്ചാണെങ്കിൽ അന്ന് വരെയുള്ള ലാഭം കണ്ടെത്തണം. അത് കഴിഞ്ഞ കൊല്ലത്തെ ബാലൻസ് പ്രോഫിറ്റിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കാം. ആ ലാഭം കണ്ടെത്തി അതൊരു സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. പ്രോഫിറ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് വരണമല്ലോ, ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കൂടണമല്ലോ, അന്നേരം ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യണം. ജനറൽ എന്താ? പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ. അതേസമയം ലോസ് ആണെങ്കിലോ ഷെയർ ഓഫ് ലോസ് ആണെങ്കിലോ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് വരണം. പർട്ടിക്കുലർ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട്. അതിനുശേഷം റിട്ടയറിംഗ് പാർട്ണറുടെ അദ്ദേഹത്തിന്റെ മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ട് അദ്ദേഹത്തിന് മാത്രം കൊടുക്കാനുള്ള തുക കണ്ടെത്താൻ തന്നെ പറയുന്നുള്ളെങ്കിൽ അയാളുടെ മാത്രം ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചാൽ മതി. അങ്ങനെ വരുമ്പോൾ എന്താ? കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു ദ റിട്ടയറിംഗ് പാർട്ണർ. ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് എഴുതുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക, ഷെയർ ഓഫ് ഗുഡ് വിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന എഴുതുക, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റിന്റെ വീതം ക്രെഡിറ്റ് സൈഡിൽ എഴുതുക, റിവാലുവേഷൻ പ്രോഫിറ്റിന്റെ വീതം ക്രെഡിറ്റ് സൈഡിൽ എഴുതുക, ജോയിന്റ് ലൈഫ് പോളിസിയുടെ സറണ്ടർ വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഷെയർ ഉണ്ടെങ്കിൽ അത് എഴുതുക, അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് റിട്ടയർമെന്റ് ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കണ്ടെത്തി എഴുതുക. ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ വരും? ഷെയർ ഓഫ് അക്യുമുലേറ്റഡ് ലോസിന്റെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഷെയർ ഉണ്ടായാലും എഴുതുക. റിവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ലോസ് വന്നെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നുണ്ട്. ഡ്രോയിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതണം. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് വരെയുള്ള ലോസ് ആണ് കണ്ടുപിടിക്കപ്പെട്ടതെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യപ്പെടേണ്ടി വരും. ഇതാണ് ഒരു റിട്ടയറിംഗ് പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ മോഡൽ. സ്പെസിഫിക് കോപ്പി ബൈ ബാലൻസ് പ്ലോട്ട് ആണ്. ഓപ്പണിംഗ് ബാലൻസ്, ഗുഡ്വില്ലിന്റെ ഷെയർ, റിസർവ്സ് ആൻഡ് ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട് അതിന്റെ വീതം, റിവാലുവേഷൻ പ്രോഫിറ്റിന്റെ വീതം, ജോയിന്റ് ലൈഫ് പോളിസിയുടെ സറണ്ടർ വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഷെയർ ഉണ്ടല്ലോ അത്, ഡ്രോയിങ്സ് ഡെബിറ്റ് സൈഡിൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡെബിറ്റ് സൈഡിൽ, റിവാലുവേഷൻ ലോസ് ഡെബിറ്റ് സൈഡിൽ. അതിനുശേഷം ബാലൻസ് ചെയ്യുന്ന തുക റെഡി ക്യാഷ് കൊടുക്കുവാണെങ്കിൽ ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് എഴുതും. അല്ല ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റിയിടുവാണെങ്കിൽ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റിയിടും. ടു റിട്ടയർമെന്റ് ഫൈനാൻസ് ലോൺ അക്കൗണ്ട് എന്ന് എഴുതും. അതിനുശേഷം ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലം ഉണ്ടായാൽ ആ കേസും. പിന്നെ 5 മാർക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ലോൺ അക്കൗണ്ട് തയ്യാറാക്കാനുള്ളത്. എന്നാൽ ഇത് കണ്ടോ, ഇവിടെ നമ്മൾ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടതിലാണ് ലോൺ അക്കൗണ്ടിന്റെ തുടക്കം. ടു റിട്ടയറിംഗ് പാർട്ണേഴ്സ് ലോൺ അക്കൗണ്ട്. ഇതിന്റെ ജനറൽ എൻട്രി എന്താ? റിട്ടയറിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ണേഴ്സ് ലോൺ അക്കൗണ്ട്. അതാണ് ഇവിടെ ലോൺ അക്കൗണ്ടിൽ വരുന്നത്. ബൈ റിട്ടയറിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ, റിട്ടയറിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ
ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് എന്നല്ലേ, റിട്ടയർമെന്റ് ലോൺ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ബൈ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തുടങ്ങും. പിന്നെ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നമ്മൾ ടു ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പ്ലസ് ഇൻട്രസ്റ്റ് അങ്ങനെ കൊടുക്കും. പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. ബാലൻസ് ഇവിടെ എഴുതുന്നു, ആ ബാലൻസ് ഇങ്ങോട്ട് ബ്രോഡ് ഫോർവേഡ് ചെയ്യുന്നു. ഈ രീതിയിൽ നമ്മൾ 2-3 കൊല്ലത്തേക്ക് ലോൺ അക്കൗണ്ട് തയ്യാറാക്കുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. പി ക്യു ആൻഡ് ആർ പാർട്ട്നേഴ്സ് ഇൻ എഫ് എം. ക്യൂ റിട്ടയേഴ്സ്, ക്യൂ ആണ് റിട്ടയർ ചെയ്യുന്നത്. 1/1/2014 റിട്ടയർ ചെയ്യണം. ആ റിട്ടയർമെന്റ് ഡേറ്റിൽ ഓൺ ഹിസ് ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ₹1,20,000 ഈസ് ഡ്യൂ ടു ഹിം. അയാൾക്ക് 1,20,000 രൂപ കൊടുക്കാനുണ്ട്. പി ആൻഡ് ആർ പ്രോമിസ് ടു പേ ദ ലോൺ എമൗണ്ട് ഇൻ 4 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്. 4 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്തോളാം ഏറ്റു. ടുഗദർ വിത്ത് ഇൻട്രസ്റ്റ് അറ്റ് 10%. 10% പലിശയും കൊടുത്തോളാം. 4 വർഷത്തെ ലോൺ അക്കൗണ്ട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റീപേയ്മെന്റ് പീരീഡ് എത്രയാണ്? 4 years. എത്ര രൂപയാണ് കൊടുക്കാനുള്ളത്? 1,20,000. എത്ര തവണയായിട്ട് കൊടുക്കാം? 4 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്തേക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. 1,20,000 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 30,000 കിട്ടും. അന്നേരം ഒരു വർഷം കൊടുക്കേണ്ടത് എന്താ? ഈ 30,000 രൂപ മുതലും പ്രിൻസിപ്പൽ എമൗണ്ടും ഈ എന്താണോ ബാലൻസ് കാണിക്കുന്നത് അതിന്റെ ഇൻട്രസ്റ്റും കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ലോൺ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അന്നേരം ആരാണ് റിട്ടയർ ചെയ്യുന്നത്? ക്യൂ റിട്ടയർ ചെയ്യുന്നു. അപ്പോൾ ജേണൽ എൻട്രി എന്താ? ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള ജേണൽ എൻട്രി എന്താ? ക്യൂവിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് 1,20,000 ഉണ്ട്, അത് ക്ലോസ് ചെയ്യണം. ക്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യൂസ് ലോൺ അക്കൗണ്ട്. അന്നേരം ക്യൂവിന്റെ ലോൺ അക്കൗണ്ടിൽ എന്താ പറയും? ബൈ റിട്ടയറിന്റെ ക്യൂ അല്ലേ, ക്യൂ റിട്ടയേഴ്സ് എന്നാണ്. അന്നേരം ബൈ ക്യൂസ് ലോൺ അക്കൗണ്ട് ഇവിടെ ആറിന് എഴുതിയത് തെറ്റാണ്. ബൈ ക്യൂസ് ലോൺ അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, സോറി, ബൈ ക്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. ഇവിടെ ആർസ് ക്യാപിറ്റലിന്റെ സ്ഥാനത്ത് ക്യൂ ആണ് വരേണ്ടത്, കാരണം ക്യൂ ആണ് ഇവിടെ എത്തേണ്ടത്. ക്യൂ ആണ് റിട്ടയർ ചെയ്തത്. ബൈ ക്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതി 1,20,000. ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. 1,20,000 × 10%. ഇതിപ്പം ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് ഒരു വർഷത്തെ, ചിലപ്പം മിഡിൽ ഓഫ് ദി ഇയർ ആണ്, അന്ന് മുതൽ ക്ലോസിംഗ് ഡേറ്റ് വരെയുള്ള കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, 1,20,000 × 10% എന്ന് 12,000 വന്നു. അതായത് ഇവിടെ 1,32,000 വന്നു. ഓക്കെ, ഇവിടെ എങ്ങനെയാ ക്യാഷ് കൊടുക്കുന്നത്? നമ്മൾ പറഞ്ഞേക്കുന്നത് 30,000 രൂപയും പലിശ 30,000 പ്ലസ് ഈ 12,000 ഇൻട്രസ്റ്റ് 42,000 കൊടുത്തു. 1,32,000 42,000 ബാലൻസ് 90,000. ഈ 90,000 ആണ് 31/12/2014 1/1/2015 അടുത്ത ഡേറ്റിൽ ഇവിടെ ബ്രോ ഡൗൺ ചെയ്തു. ഈ ക്യാരി ഫോർ ഡൗൺ ചെയ്ത് ഇവിടെ ബ്രോ ഡൗൺ ചെയ്തു. ഓക്കെ, ഇനി ഈ 90,000 10% ഇൻട്രസ്റ്റ് ആണ് 9,000 കിട്ടി. വേറെ 99,000, ഇവിടെ 99,000 എഴുതി. ഇവിടെ എത്ര കൊടുക്കും? ഇത് പറഞ്ഞ പോലെ 30,000 രൂപ മുതലും 9,000 രൂപ പലിശ, 39,000 രൂപ. ഓക്കെ, 99,000 നിന്ന് ഈ 39,000 ലെസ് ചെയ്യപ്പോൾ 60,000 കിട്ടി. ആ 60,000 ഇവിടെ എഴുതി. അതിനെ ഒരു വർഷത്തെ പലിശ കണ്ടുപിടിച്ചു. 66,000. ഇവിടെ എത്രയാ? 30,000 രൂപ. ഈ 6,000 ഇൻട്രസ്റ്റ് 36,000 രൂപ. ബാലൻസ് എത്രയുണ്ട്? 30,000 രൂപ. ആ 30,000 രൂപ നമ്മൾ ഇങ്ങോട്ട് എഴുതി. അതിന് 10% ഇൻട്രസ്റ്റ് 33,000. ഇവിടെയും 33,000. ടു ക്യാഷ് 30,000 ഈ 3,000 33,000 രണ്ട് സൈഡ് ഈക്വൽ ആയി, കാരണം ലോൺ അക്കൗണ്ട് കൊടുത്തു തീർത്തു. ഇതാണ് ലോൺ അക്കൗണ്ട്. വളരെ സിമ്പിൾ ആണ്. ശ്രദ്ധയോടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കി ഫോളോ ചെയ്താൽ ഈസി ആയിട്ട് 5 മാർക്ക് കയ്യിലിരിക്കും. ഇനി അഡ്ജസ്റ്റഡ് ക്യാപിറ്റലിന്റെ കേസ് വരാം. അങ്ങനെ വന്നാൽ അത് 3 കേസ് ഉണ്ട്. വെൻ ദി ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ പാർട്ണർ ന്യൂ ഫേം ഈസ് ഗിവൺ. പുതിയ ഫേമിന്റെ ക്യാപിറ്റൽ എത്രയാണെന്ന് ഫിക്സ് ചെയ്തെന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും. അതിനുശേഷം അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, അങ്ങനെ വരുമ്പോൾ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ഓഫ് ദി കണ്ടിന്യൂയിങ് പാർട്ണേഴ്സ്, നമ്മൾ സാധാരണ പോലെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുക. അന്നേരം കണ്ടിന്യൂയിങ് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആദ്യമേ കണ്ടുപിടിക്കുക. എല്ലാ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതിനു ശേഷമുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കണ്ടുപിടിക്കുക. അതിനുശേഷം കാൽക്കുലേറ്റ് ദ ന്യൂ ക്യാപിറ്റൽ ഓഫ് ദി റിമൈനിങ് പാർട്ണേഴ്സ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ ക്യാപിറ്റൽ ഇൻ ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പുതിയ ഫേമിന്റെ ക്യാപിറ്റൽ തന്നിട്ടുണ്ടല്ലോ, അത് ന്യൂ പാർട്ണേഴ്സിന്റെ ന്യൂ റേഷ്യോയുടെ അനുപാതത്തിൽ ഒന്ന് പ്രപ്പോർഷൻ എടുത്ത് നോക്കുക. അപ്പോൾ ഒരു ഫിഗർ കിട്ടും. അവരുടെ ഓൾറെഡി നിലവിലുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കിട്ടും. അന്നേരം ന്യൂ ക്യാപിറ്റലിനെ ബേസ് ചെയ്ത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 50,000 കിട്ടിയെന്ന് കരുതുക. അതേസമയം ഇവിടെ
എയുടെ ക്യാപിറ്റൽ 45,000 ഉള്ളൂ. ആവശ്യം വേണ്ടത് റിക്വയർഡ് ക്യാപിറ്റൽ 50,000, നിലവിലുള്ള എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ 45,000 ആണെങ്കിൽ 5,000 രൂപ ബിസിനസ്സിലേക്ക് അദ്ദേഹം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതേസമയം റിക്വയർഡ് ക്യാപിറ്റൽ 50,000 നിലവിലുള്ള ക്യാപിറ്റൽ 60,000 ഉണ്ടെന്ന് കരുതുക. അപ്പോൾ 10,000 എക്സസ് ആണ്. ഈ എക്സസ് ക്യാപിറ്റൽ അയാൾക്ക് ഒന്നാൽ ബൈ ക്യാഷ് ആയിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ കറന്റ് അക്കൗണ്ടിലേക്ക് മാറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് ഈ അഡ്ജസ്റ്റഡ് ക്യാപിറ്റലിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. ഇതുപോലെയുള്ള എക്സാമ്പിളുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങൾ. ഓക്കെ, നേരം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ഫയൽ ഞാൻ കൊടുത്തേക്കാം. ഇത് പലതവണ വായിച്ച് മനസ്സിലാക്കി വളരെ ഈസി ആയിട്ട് ഈ ഒരു ചാപ്റ്റർ, റിട്ടയർമെന്റ് ചാപ്റ്റർ നമുക്ക് റിവിഷൻ ചെയ്യാവുന്നേ. ഇതുകൂടാതെ സ്റ്റഡി നോട്ട്സിന്റെ ലിങ്കും എൻ്റെ ബ്ലോഗിന്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടേണ്ടതാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.